ഹായ് ഓൾ വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ക്ലാസ് 2 മലയാളം ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള മഴയോ മഴയാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൽ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. മഴ 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 പെയ്യണ്, പുഴ 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 നിറയണ്, മഴ മഴയത്ത് നനയണ്, കുടയില്ലാത്ത കുട്ടിയോള് കുടയില്ലാത്ത കുട്ടിയോള്, മഞ്ഞ് മഞ്ഞ് പെയ്യണ്, മണ്ണ് മണ്ണ് കുളിരണ്, മഞ്ഞു മഞ്ഞത്ത് തണുതണുക്കണ്, പുതപ്പില്ലാതെ കുട്ടിയോള് പുതപ്പില്ലാത്ത കുട്ടിയോള്, വായിക്കാം ഒത്തുപാടാം. അപ്പം നമുക്ക് നോക്കാം. കുടവര. അപ്പോൾ അവിടെ ഒരു ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. കുട്ടികളെല്ലാം മഴയത്ത് കളിക്കുന്ന ഒരു ചിത്രമാണ്. ഉത്തരം കണ്ടെത്താം. കാലിൽ പിടിച്ചാൽ തോളിൽ കയറും. അപ്പോൾ ഇതിൻ്റെ ഉത്തരം അവിടെ സൈഡിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. കാലിൽ പിടിച്ചാൽ തോളിൽ കയറും. കൂടുതൽ കടങ്കഥകൾ കണ്ടെത്തി എഴുതുക. അപ്പോൾ നിങ്ങളോട് കൂടുതൽ കടങ്കഥകൾ ഏതെങ്കിലും കണ്ടെത്താം. അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്ത് എഴുതാം കേട്ടോ. ഉത്തരങ്ങളും കൊടുക്കാം. പറയുമ്പോൾ മഴ പെയ്യുമോ? കുറിപ്പ് വായിക്കാം. പരീക്ഷണം ചെയ്യാം. ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പിയുടെ അടിഭാഗത്ത് ധാരാളം ചെറിയ സുഷിരങ്ങൾ ഉണ്ടാക്കുക. കുപ്പിയുടെ മുകൾ ഭാഗത്ത് ഒരു വശത്തായി മറ്റൊരു ചെറു സുഷിരം കൂടി ഉണ്ടാക്കുക. ബക്കറ്റിലെ വെള്ളത്തിൽ കുപ്പി മുഴുവനായി താഴ്ത്തി വെച്ച് കുപ്പിയിൽ വെള്ളം നിറയ്ക്കുക. എന്താണ്? ഒരു പ്ലാസ്റ്റിക് കുപ്പി എടുക്കുക. അതിൻ്റെ അടിഭാഗത്ത് ഒരുപാട് കുത്തുകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. സുഷിരങ്ങൾ എന്ന് പറയുമ്പോൾ കുത്തുകൾ. എന്നിട്ട് കുപ്പിയുടെ മുകൾ ഭാഗത്ത് ഒരു വശത്തായി മറ്റൊരു ചെറു സുഷിരം കൂടി ഉണ്ടാക്കുക. അപ്പം മുകൾ വശത്ത് ചെറിയൊരു സുഷിരം കൂടി ഉണ്ടാക്കുക. ബക്കറ്റിലെ വെള്ളത്തിൽ കുപ്പി മുഴുവനായി താഴ്ത്തി വെച്ച് കുപ്പിയിൽ വെള്ളം നിറയ്ക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പെയ്യട്ടെ മഴ പെയ്യട്ടെ. കണ്ട കുട്ടികൾ മഴ പെയ്യുന്ന പോലെ കളിക്കുന്നത് കണ്ട. ബക്കറ്റിലേക്ക് കുപ്പി ഭദ്രമായി അടയ്ക്കുക. വിരൽ കൊണ്ട് വശത്തെ സുഷിരം അമർത്തിപ്പിടിച്ച് കുപ്പി ഉയർത്തുക. പെയ്യട്ടെ മഴ പെയ്യട്ടെ എന്ന് പറയുമ്പോൾ വിരൽ മാറ്റുക. നിൽക്കട്ടെ മഴ നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ വീണ്ടും സുഷിരം അടച്ചു പിടിക്കുക. എന്ത് സംഭവിക്കും? നമ്മളൊക്കെ അങ്ങനെ കളിച്ചിട്ടുണ്ടല്ലേ. കുപ്പിയിൽ ഇങ്ങനെ ഓട്ടയാക്കിയിട്ട് മഴ പെയ്യിക്കുന്ന പോലെ. പരീക്ഷണം ചെയ്തപ്പോൾ കണ്ട കാര്യങ്ങൾ എഴുതി നോക്കുക. എന്തൊക്കെയാണ്? വെള്ളം നമ്മൾ സുഷിരം അടച്ചു പിടിച്ചപ്പോൾ വെള്ളം വരുന്നത് നിന്നിട്ടുണ്ടായിരുന്നു. സുഷിരം കൈവിരൽ കൊണ്ട് തുറന്ന് പിടിച്ചപ്പോൾ എന്ത് ചെയ്തു? മഴ പെയ്യുന്ന പോലെയാണ് നമുക്ക് തോന്നിയത്. അപ്പോൾ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം അവിടെ എഴുതാൻ വേണ്ടിയിട്ട്. പരീക്ഷണം ചെയ്യാൻ ഉപയോഗിച്ച സാധനങ്ങൾ എന്തൊക്കെയാണ്? കുപ്പി, വെള്ളം, പിന്നെ ബക്കറ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അല്ലേ. ഇന്നലെ പെയ്ത മഴ അതൊരു പെരുമഴയായിരുന്നു. മഴയ്ക്ക് മുമ്പ് ആകാശമാകെ ഇരുണ്ടു. എന്താണ്? ഒരു പെരുമഴയായിരുന്നു. മഴയ്ക്ക് മുന്നേ ആകാശമാകെ ഇരുണ്ടു. ശക്തമായ കാറ്റിൽ മരങ്ങൾ ആടി ഉലഞ്ഞു. നല്ല കാറ്റ് വീശുന്നുണ്ടായിരുന്നു. മരങ്ങളൊക്കെ ആടി ഉലഞ്ഞു. വലിയ ഇടിയും മിന്നലും വന്നു. വലിയ ഇടിയും മിന്നലും വന്നു. ഞാൻ പേടിച്ചു പോയി. സന്ധ്യയും മഴയും ഒന്നിച്ചാണ് വന്നത്. ഇടയ്ക്കിടെ തോർത്തും പിന്നെയും പെയ്തും മഴ ഒരുപാട് നേരം നീണ്ടു. രാത്രിയിൽ നല്ല തണുപ്പായിരുന്നു. ഉറങ്ങാൻ നല്ല സുഖം. രാവിലെ ഉണർന്നപ്പോൾ മഴ തോർന്നിരിക്കുന്നു. തൊടിയിലെ ചെടികൾക്കെല്ലാം പുതുമഴ കിട്ടിയ സന്തോഷം. വഴിയിലും ഓടയിലും കെട്ടിക്കിടന്ന ചപ്പുചവറുകൾ ഒഴുക്കിക്കളഞ്ഞ് മഴ അവിടെ വൃത്തിയാക്കി. അപ്പോൾ മഴ പെയ്തപ്പോൾ ചപ്പുചവറുകളൊക്കെ ഒഴുക്കി കളയാണ് അല്ലേ, വെള്ളം വരുന്നതുകൊണ്ട്. പക്ഷേ എന്ത് ചെയ്യാം? എല്ലാ അഴുക്കുകളും വന്നു നിറഞ്ഞത് ഞങ്ങളുടെ മുറ്റത്തായിരുന്നു. മഴയുടെ കുസൃതി ഇത്തിരി കൂടുന്നുണ്ട്. അപ്പം എല്ലാ അഴുക്കും ഈ മഴ വലിച്ചുകൊണ്ട് വന്നത് അവരുടെ മുറ്റത്തായിരുന്നു. അഭിനയിക്കാം. വിറയണ്, നനയണ്, കുളിര് കോരണ്. ഞാനും മഴയും മഴ അനുഭവം എഴുതാം. അപ്പം നിങ്ങളോട് ഏതെങ്കിലും ഒരു മഴ അനുഭവം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മഴ അനുഭവം എഴുതാം. ഒരു മോഡൽ ഞാനിവിടെ കൊടുക്കാം. എന്നിരുന്നാലും നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു മഴ അനുഭവം എഴുതണം. മഴച്ചൊല്ലുകൾ കണ്ടെത്താം.
മഴ തോർന്നാലും മരം പെയ്യും. ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ട്? നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മഴ പെയ്യും, അപ്പോൾ നമ്മുടെ മരമൊക്കെ നന്നായിട്ട് നനഞ്ഞിരിക്കും. കുറച്ച് കഴിഞ്ഞ് മഴ നിന്നാലും മരത്തുമേൽ എന്തുണ്ടാവും? വെള്ളം ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അതിങ്ങനെ പെയ്തുകൊണ്ടിരിക്കും. ഇതുപോലുള്ള മഴച്ചൊല്ലുകൾ കേട്ടിട്ടില്ലേ? അവ ക്ലാസ്സിൽ പറഞ്ഞു നോക്കൂ. അപ്പോൾ കുറച്ച് മഴച്ചൊല്ലുകൾ ഇവിടെ കൊടുക്കാം കേട്ടോ. മഴത്തുള്ളി കഥ പറയുമ്പോൾ. കടലിൽ കൂട്ടുകാരോടൊപ്പം തുള്ളി കളിക്കുകയായിരുന്നു ഞാൻ. കൂടെ കളിക്കാൻ ധാരാളം പേര്. വല്ലാത്ത ചൂട്, സഹിക്കാൻ പറ്റുന്നില്ല. ഞാനല്ലാതായി മാറുന്നു. കൂട്ടുകാരോടൊപ്പം ഞാനും ആകാശത്തേക്ക് ഉയർന്നു. ഞങ്ങൾ മേഘങ്ങളിൽ ഒളിച്ചു. ഡോയ് ഞങ്ങൾക്ക് പേടിയായി. കാറ്റ് ആഞ്ഞു വീശി. തണുപ്പ് കൂടി വന്നു. കൂട്ടുകാർക്കൊപ്പം തുള്ളിയായി മഴയായി. ഞങ്ങൾ താഴേക്കെത്തി. ഒഴുകി ചാലുകളായി. തോട് നിറഞ്ഞു, പുഴ നിറഞ്ഞു. വീണ്ടും ഞങ്ങൾ കടലിലേക്ക്. അപ്പോൾ എന്താണ് പറയുന്നത്? ഞാനും ആകാശത്തേക്ക് ഉയർന്നു. മഴത്തുള്ളി ഞങ്ങൾ മേഘങ്ങളിലാണ് അവർ ഒളിച്ചിരുന്നത് അല്ലേ? അവർക്ക് പേടിയായി. കാറ്റ് ആഞ്ഞു വീശി. തണുപ്പ് കൂടി വന്നു. കൂട്ടുകാർക്കൊപ്പം തുള്ളിയായിട്ട് മഴയായിട്ട് പെയ്യാൻ തുടങ്ങി. അവർ താഴേക്ക് എത്തി. ഒഴുകി ചാലുകളിലും തോടുകളിലും പുഴകളിലൊക്കെ നിറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ഉത്തരം കണ്ടെത്താം. കടലിൽ കളിച്ചത് ആരാണ് കടലിൽ കളിച്ചത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വെള്ളത്തുള്ളികൾ മേഘങ്ങളിൽ ഒളിക്കാൻ കാരണം എന്താ? കാറ്റ് വന്നപ്പോൾ അവർക്ക് പേടിയായില്ലേ? അവർക്ക് ആ പേടിയായതുകൊണ്ടാണ് അവർ അതിൽ ഒളിച്ചത്. വെള്ളത്തുള്ളികൾ പേടിച്ചത് എന്തിനെ? കാറ്റ് വന്നപ്പോൾ അല്ലേ? കാറ്റ് ആഞ്ഞു വീശിയപ്പോൾ എന്ത് സംഭവിച്ചു? കാറ്റ് ആഞ്ഞു വീശിയപ്പോൾ തണുപ്പ് കൂടി വന്നു. അവർ പിന്നെ തുള്ളിയായിട്ട് മഴയായിട്ട് വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. അടുത്തത് സംഭാഷണം എഴുതാം. കുട്ടി: മഴത്തുള്ളി നീ എന്തിനാ ആകാശത്തേക്ക് ഉയർന്നത്? അപ്പം മഴത്തുള്ളി ചൂട് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് അവർ ആകാശത്തേക്ക് ഉയർന്നത്. അപ്പോൾ കുട്ടി എന്തായിരിക്കും ചോദിക്കുക എന്നുള്ളതാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. മഴത്തുള്ളി ടേ ശബ്ദം കേട്ടിട്ട് എന്തിനാണ് പേടിച്ചതെന്നങ്ങനെ ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ കുട്ടി എന്താണ് പറയുന്നത്? അതുപോലെ മഴത്തുള്ളി എന്താണ് പറയുന്നതെന്ന് നിങ്ങളൊന്ന് എഴുതി നോക്കുക. അപ്പോൾ ഒരു മോഡൽ ഞാനിവിടെ കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം കേട്ടോ. അടുത്തത് കണ്ടെത്താം എഴുതാം. എൻ്റെ നാട്ടിലെ ജലസ്രോതസ്സുകൾ. പുഴ ഏതൊക്കെ നമുക്ക് പറയാം? തോട്, കുളം, അതൊക്കെ നമുക്ക് ജലസ്രോതസ്സുകളിൽ പറയാം. അപ്പോൾ ഒരെണ്ണം അവർ കൊടുത്തിട്ടുണ്ട്. ബാക്കി 1, 2, 3, 4, 5 എണ്ണം നമ്മളോട് എഴുതി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് പ്രതികരിക്കാം. പോസ്റ്റർ വാക്യങ്ങൾ തയ്യാറാക്കാം. അരുതേ, മലിനമാക്കരുതേ. ജലസ്രോതസ്സുകൾ നാടിൻ സമ്പത്ത്. അപ്പോൾ നമ്മുടെ നാട് കുളിരുണരും മലയുടെ നാട്, തെളിയൊഴുകും പുഴയുടെ നാട്, നീലക്കടലലയുടെ നാട്, ഇത് നമ്മുടെ കേരള നാട്. തെങ്ങോലപ്പീലി ചിട്ടാടുക നാടേ മയിലാട്ടം, പനയോലപ്പീലി നിവർത്തിയാടുക നാടേ തിറയാട്ടം, നെൽവയലുകൾ തത്തപ്പച്ച, താഴ്വരയിൽ വാഴപ്പച്ച, കാടിൻ കരിനീലപ്പച്ച, തളിരിലകളിലും പച്ച, പല പച്ചകൾ ചേർത്തു വരച്ചൊരു ചിത്രം നമ്മുടെ കേരള നാട്. ഈണം കണ്ടെത്തി ഒന്നിച്ചു പാടാം. കേരളത്തിൻ്റെ എന്തെല്ലാം പ്രത്യേകതകളാണ് കവിതയിൽ പറഞ്ഞിട്ടുള്ളത്? മലകളുടെ നാട്, പച്ചകൾ ചേർത്തൊരു നാട്, അതുപോലെ കാടിൻ കരിനീലപ്പച്ച, പനയോലപ്പീലി നിവർത്തിയാടുന്നു. ഇതൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ കുറച്ച് പോയിൻറ്റ്സ് അവിടെ എഴുതി കൊടുക്കാം. നിങ്ങളത് എഴുതിക്കോളൂ കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു പാഠം പറയുന്നത്. മഴേനെ പറ്റിയിട്ട് പഠിക്കാനുള്ള പാഠമാണ്. നല്ല ഈസി ആയിട്ടുള്ള പാഠമാണ്. പാഠഭാഗത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ നന്നായിട്ട് പഠിക്കുക. കടങ്കഥകൾ എഴുതാൻ പഠിക്കുക. അപ്പോൾ ഈ ഒരു പാഠം നന്നായിട്ട് നമുക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ക്ലാസ്സിലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഓർഡർ വൈസ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ക്ലാസ് 2 മലയാളം എന്നുള്ള പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും.